എല്ലാവർക്കും നമസ്കാരം. പൊതുവേ നമ്മൾ പഠിക്കുന്ന സമയത്ത് PSCക്കോ മറ്റ് പരീക്ഷകൾ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്ത ഒരു തീരുമാനത്തിന് പുറത്ത് അത് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പല ചോദ്യങ്ങളും നമ്മുടെ ബന്ധുക്കളായാലും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യങ്ങളുടെ ഒരു കമ്പൈലേഷനാണ്, ഒരു ക്രോഡീകരണമാണ് ഈ പറയുന്ന സെഷനിലുള്ളത്. ആദ്യത്തെ ചോദ്യം, വേവലാതി കൊണ്ട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നാട്ടുകാരാവട്ടെ വീട്ടുകാരാവട്ടെ, ശരിക്കും ഇപ്പം എന്താ ചെയ്യുന്നത്? ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഇവനെ കാണുന്നുണ്ട്, എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു സംശയ നിവാരണം എന്ന രീതിയിൽ എന്താ ശരിക്കും ഇപ്പം എന്താ ചെയ്യുന്നത് നീ എന്ന് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. എല്ലാം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും. 2, ആങ്സൈറ്റി, ഇതുവരെ ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് വേവലാതിയായി. നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ശരിയാണ്, ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത് സപ്ലിമെൻ്ററി ചോദ്യങ്ങളായിട്ട് വരും. ചോദ്യം 3, ഉപദേശം. ഡിഗ്രിക്ക് പോയ സമയത്ത് വല്ല പോളിടെക്നിക്കലെങ്ങാനും പോയിരുന്നെങ്കിൽ ഒരു പ്രൊഫഷണൽ നോളജ് എങ്കിലും ആവുമായിരുന്നു. ഇതിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പം മറ്റു പല പരീക്ഷകൾക്കും പഠിക്കുന്നു എന്നൊക്കെ പറയുന്നു, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന രീതിയിൽ നമ്മളെ പോലും സംശയിപ്പിക്കുന്നൊരു ചോദ്യമാണ്. +2 കഴിഞ്ഞിട്ട് വല്ല പോളിടെക്നിക്കലും പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം. കുറേയും കൂടെ ഒരു എക്സ്പേർട്ട് ലെവൽ ഒപ്പീനിയൻ പോലെയാണ്. പക്ഷേ വേറെ എക്സ്പേർട്ടുകളുണ്ട്. എക്സ്പേർട്ടുകൾ പറയുന്നത് എന്താ, സ്വന്തമായിട്ടാണോ പഠിച്ച് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ശരിയാവാൻ സാധ്യത കുറവാട്ടോ. വേറെ വല്ല സ്ഥലത്തും പോകുന്നതല്ലാതെ സ്വന്തമായി പഠിച്ചാലും ജോലി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ചോദ്യം 5, വെൽവിഷർ. എന്നാൽ പിന്നെ പെട്ടെന്ന് ജോലി കിട്ടുന്ന വല്ല SSCയോ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചുകൂടെ? അല്ലാതെ ഇതിപ്പോൾ കുറച്ച് വർഷം എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്നവരുണ്ട്. 6ാമത്തേത് പെസിമിസ്റ്റിക്, അതായത് പ്രത്യേകിച്ച് നമുക്ക് കിട്ടില്ല എന്ന് ഒരു വിചാരമുള്ളൊരു ഗ്രൂപ്പ് ചോദിക്കുന്നത്, പണിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ പണിക്ക് പോകുന്ന സമയത്ത് 1-2 മണിക്കൂർ നോക്കുക, കിട്ടുകയാണെങ്കിൽ ആ ജോലിക്ക് പോകാമെന്നല്ലാതെ ഈ സമയം വെറുതെ കളയണോ എന്ന് വിചാരിക്കുന്നൊരു ഗ്രൂപ്പുണ്ട്. 7ാമത്തെ ചോദ്യം, കാറ്റഗറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ പ്രായം എത്രയായി? അതിൽ നമ്മളെങ്ങാനും ഉത്തരം പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ ലിമിറ്റും നമ്മുടെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഇത് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ അതൊരു ഡേഞ്ചറസ് ചോദ്യമാണ്, പ്രായം എത്രയായി ഇപ്പോൾ എന്ന് ചോദിക്കുന്നത്. ചോദ്യം 8 ഇത്തിരി എക്സ്ട്രീമാണ്. നിൻ്റെ കൂടെ പഠിച്ച മറ്റേ പുള്ളിയല്ലേ ഇപ്പോൾ ആ വീടെടുത്ത് താമസിക്കുന്ന, ആ ബാങ്കിൽ ജോലിയുള്ള, ആ വളവ് തിരിഞ്ഞുള്ള ആ വീടുള്ള, ഇപ്പോൾ ഇന്നലെ കല്യാണം കഴിഞ്ഞ ആ ഒരു ചോദ്യത്തിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഓരോന്ന് പറയുമ്പോഴും വരും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 9 പിന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ്. നീ വല്ലതും അറിയുന്നുണ്ട്, ഇപ്പം പിള്ളേർക്ക് സർക്കാർ ജോലിക്കാരെ മതി എന്നാണ് പറയുന്നതെന്ന്. അപ്പോഴും നമ്മൾ ഇതിപ്പോൾ പ്രശ്നമായോ എന്നുള്ളതാണ് വിചാരിക്കുക. ഏത് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു വരാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ആ ലക്ഷ്യം കാണാനും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ഫോഴ്സസും ചുറ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച കാര്യങ്ങൾ നടക്കട്ടെ, വിചാരിച്ച പരീക്ഷകൾ പാസ്സാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. ബൈ, ടേക്ക് കെയർ.